കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് സ്വദേശി ബിനോയ് തോമസാണ് മരിച്ചത്. ബിനോയ് കുവൈറ്റിലെത്തിയത് 4 ദിവസം മുമ്പ്. വിവാദങ്ങൾക്കൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് പിങ്ക് കഫേ കാരവൻ മാറ്റിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഉടമകൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിൽ. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. ജംഗ്ഷനിലെ നടപ്പാത കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയായി സമർപ്പിച്ച പന്തുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി മരിച്ചതായി വിവരം ലഭിച്ചു. കൊച്ചിപ്പാടത്ത് തിരുവല്ല സ്വദേശി തോപ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ബിനോയ് തോമസ് ആണ് മരിച്ചത്. ജൂൺ 5-നാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്. NBTC കമ്പനിയുടെ കീഴിലുള്ള ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിൽ സെയിൽസ് വിഭാഗത്തിലാണ് ബിനോയ് ജോലി നോക്കിയിരുന്നത്. തിരുവല്ല സ്വദേശിയായ സുഹൃത്ത് സാബു വഴിയാണ് ബിനോയ്ക്ക് കുവൈറ്റിൽ ജോലി ശരിയാക്കിയതെന്ന് ബിനോയ് അംഗമായ പാലുവായിലെ പെന്തക്കോസ്ത് ചർച്ചിലെ പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കിൽ പറഞ്ഞു. കുവൈറ്റിലുള്ള സാബുവിന്റെ സുഹൃത്ത് ബെൻ മോർച്ചറിയിലെത്തിയാണ് ബിനോയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ 2:30 വരെ ബിനോയ് ഓൺലൈനിൽ ഭാര്യ ജിനിതയുമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ബിനോയെക്കുറിച്ച് വിവരമില്ലാതായത്. അപകടത്തിന് ശേഷം ബിനോയെ ഫോണിൽ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം വ്യാഴാഴ്ച രാവിലെ വീട്ടുകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറിനെ അറിയിക്കുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് KV അബ്ദുൽ ഖാദർ നോർക്കയുമായി ബന്ധപ്പെടുകയും മരിച്ചത് ബിനോയ് തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പാവറട്ടിയിലെ ഫുട്വെയർ സ്ഥാപനത്തിൽ സെയിൽസ്മാനായാണ് ബിനോയ് ജോലി ചെയ്തിരുന്നത്. കുന്നംകുളം കോപ്പറേറ്റീവ് കോളേജിൽ BCom വിദ്യാർത്ഥിയായ ആദി, 1ാം ക്ലാസ് വിദ്യാർത്ഥി ഇയാൻ എന്നിവരാണ് മക്കൾ. ബിനോയ് തോമസിന്റെ നിര്യാണത്തിൽ NK അക്ബർ MLA അനുശോചനം രേഖപ്പെടുത്തി. സമരങ്ങൾ കൊണ്ടും നിയമ പോരാട്ടങ്ങൾ കൊണ്ടും ഏറെ വിവാദമായ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവ് പ്രകാരമാണ് പിങ്ക് കഫേ കാരവാൻ സംസ്ഥാന പാതയോരത്ത് നിന്ന് നീക്കം ചെയ്തത്. കുടുംബശ്രീ മിഷൻ ജില്ലയിലേക്ക് അനുവദിച്ച ഏക പിങ്ക് കഫേ ലഭിച്ചത് എരുമപ്പെട്ടി പഞ്ചായത്തിനാണ്. 2023 ഫെബ്രുവരി 13-ന് പിങ്ക് കഫേ കാരവാൻ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും മുൻപിലായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച പിങ്ക് കഫേ കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് മെമ്പർ MC ഐജുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് 163 ദിവസം നീണ്ടുനിന്ന സമരം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പിലും ജില്ലാ കളക്ടർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകുകയും കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസിനെതിരെ കുടുംബശ്രീയും CPM-ഉം രംഗത്തെത്തുകയും തുറന്ന പോരാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. തുടർന്ന് MLA AC മൊയ്തീൻ സംഭവത്തിൽ ഇടപെട്ട് ചർച്ച നടത്തുകയും പിങ്ക് കഫേ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ധാരണയാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും LP സ്കൂൾ വഴിക്കും മുന്നിലായി റോഡരികിൽ മാറ്റി സ്ഥാപിച്ചു. എന്നാൽ പഞ്ചായത്തിന്റെ ഈ നടപടി അംഗീകരിക്കാൻ കോൺഗ്രസും മെമ്പർ ഐജുവും തയ്യാറായില്ല. തുടർന്ന് വീണ്ടും അധികൃതർക്ക് പരാതികൾ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഐജുവിന്റെ പരാതിക്ക് അനുകൂലമായി പൊതുമരാമത്തും ഭൂരേഖ തഹസിൽദാരും പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ച പിങ്ക് കഫേ കാരവാൻ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഉത്തരവ് ലംഘിച്ചാൽ കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സെക്രട്ടറിക്ക് താക്കീത് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിങ്ക് കഫേ മാറ്റിയത്.
5 കുടുംബശ്രീ അംഗങ്ങളാണ് കഫേയിൽ തൊഴിൽ ചെയ്തിരുന്നത്. കഫേ അടച്ചതോടെ ഉപജീവനം നടത്തിയിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. മാറ്റിയ പിങ്ക് കഫേ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. TCV ന്യൂസ്, എരുമപ്പെട്ടി. വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതക്കരികിൽ സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫേ എടുത്തുമാറ്റിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലിന്റെ ഏകാധിപത്യ രീതിക്കും ധാർഷ്ട്യ മനോഭാവത്തിനും ഏറ്റ തിരിച്ചടിയാണ് ഇതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. യോഗം UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് NK കബീർ, MC ഐജു, PS സുനീഷ്, K ഗോവിന്ദൻകുട്ടി, അജു നെല്ലുവായ്, സഫീന അസീസ്, CG ജോൺ, അനിത വിൻസെന്റ്, ചന്ദ്രപ്രകാശ് ഇടമന, ഫ്രിജോ വടക്കൂട്ട്, റീന വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് അരി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിലായി. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരിയും ആട്ടയും ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ മാസവും 5 മുതൽ വിതരണം ചെയ്യേണ്ട അരി റേഷൻ കടകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. റേഷൻ വിതരണം സ്തംഭിക്കാൻ കാരണം ഈ തൊഴിലാളികളുടെ പ്രശ്നമല്ല. ഇവിടെ കൃത്യസമയത്തിന് കോൺട്രാക്ടർ വണ്ടി ഇടാത്തതും ഉദ്യോഗസ്ഥന്മാരുടെ ഈ റേഷൻ കടകളുടെ അഭിപ്രായ വ്യത്യാസമാണ് വിതരണം നടക്കാത്തത്. സർക്കാർ 3 മാസം പൈസ അവർക്ക് കൊടുക്കാണ്ട്, അതുകൊണ്ടാണ് അവർ വണ്ടി ഇടാതെന്ന് പറയുന്നത്. അവർക്ക് ഡീസൽ അടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള കാശില്ല എന്നാണ് പറയുന്നത്. കരാറുകാരനായ തൃശൂർ സ്വദേശിയാണ് വാഹനത്തിനുള്ള പണം നൽകേണ്ടത്. അരി കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും തൊഴിലാളികളും ഗോഡൌണിന്റെ മുന്നിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും സ്തംഭനാവസ്ഥ തുടരുകയാണ്. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ 60ഓളം തൊഴിലാളികളും 10 വാഹനങ്ങളുമാണ് ഇവിടെയുള്ളത്. എന്നാൽ അരി ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി 3 മാസത്തെ 75 ലക്ഷത്തോളം രൂപ കരാറുകാരന് സർക്കാർ നൽകാനുണ്ട്. കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ 2 താലൂക്കുകളിലെ റേഷൻ കടകളിലേക്കായി 300 ലോഡ് അരിയാണ് സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. സർക്കാർ പണം നൽകുമ്പോൾ തരാമെന്ന നിലപാടാണ് കരാറുകാരനുള്ളതെന്ന് CITU ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി VS സിജു പറഞ്ഞു. കൊറോണ കാലത്ത് തുടങ്ങി വളരെ ഭംഗിയായിട്ട് സപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ 3 മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് 1 രൂപ തരുന്നില്ല. കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ്. മാസങ്ങളായിട്ട് കാശ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പണി നിർത്തി വെച്ചേക്കണം. ഇവിടെ പൈസ കിട്ടാനായിട്ട് ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനൊന്നും പൈസ ഇല്ലാതെ പൈസയിലാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ആൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ള പൈസ അല്ലെങ്കിൽ ഇപ്പോൾ തരാൻ ഞങ്ങൾക്ക് എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ഡീസലൊക്കെ എടുത്ത് വിടാം. ഞങ്ങൾക്ക് ഡീസലിൽ നിന്നല്ലേ ഓടാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്രയും പൈസ കിട്ടാൻ ഉണ്ടായിട്ട് പോലും അതുപോലും ആൾ തയ്യാറല്ല. TCV ന്യൂസ്, മാള. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് KP പ്രഭാകരൻ സ്മാരക സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. ആശാപ്രവർത്തകർ മുഖേന വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കാനുള്ള 10ഓളം ചാക്ക് ബ്ലീച്ചിംഗ് പൗഡറാണ് കക്കൂസിൽ അട്ടിയിട്ടിരിക്കുന്നത്. ശൗചാലയം ഉപയോഗിക്കാനെത്തിയ ആളാണ് ഇത് കണ്ടത്. സംഭവത്തിൽ BJP നേതാക്കളായ ഗോകുൽ കരിപ്പള്ളി, NS ഉണ്ണിമോൻ, ആശിഷ് കോളംകണ്ടത്ത് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഇവർ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ സ്ഥലം പരിശോധിച്ചു. വീഴ്ച സംഭവിച്ചതാണെന്നും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കാതെ നശിപ്പിച്ചു കളയാം എന്നുമുള്ള ഉറപ്പിന്മേൽ BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇത് അന്തിക്കാട് പ്രവർത്തിക്കുന്നതായ KP പ്രഭാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശുചിമുറിയിലാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വിതരണം ചെയ്യാനുള്ള ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ തന്നെ പ്രവർത്തനം ഒരു കുട്ടീനെ കാണിക്കാൻ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബാത്റൂമിൽ അന്വേഷിച്ച് വന്നപ്പോൾ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ, കക്കൂസ് തുറന്നു നോക്കിയപ്പോൾ അവിടെയാണ് ഡബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എടുത്ത് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നടക്കുന്ന വിഷയം. അപ്പോൾ അവർ പറയുന്നത് കുറച്ച് കാലത്ത് ആ ബാത്റൂം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ശരിയല്ല. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ അഴുക്ക് പിടിച്ച് കറ പിടിച്ച് ഉപയോഗിക്കാതെ വെള്ളം ഉപയോഗിക്കാണ്ട് വൃത്തിയായിട്ട് എടുക്കുന്ന കക്കൂസാണത്. ഈ ആരോഗ്യ പ്രവർത്തനം ഇതെല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ കിണറിൽ ഉപയോഗിക്കാൻ സാധനമാണ് അത്. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിനായുള്ള ബഹുനില കെട്ടിടമടക്കം വെറുതെ കിടക്കുമ്പോഴാണ് ശുചിമുറിയിൽ ബ്ലീച്ചിംഗ് പൗഡർ വൃത്തിഹീനമായി സൂക്ഷിച്ചത്. ഒരു മന്ത്രിയും 2 MLA-മാരും പഞ്ചായത്തിൽ തന്നെയുണ്ടായിട്ടും തീർത്തും അവഗണനയിലാണ് അന്തിക്കാട് CHC. IP വിഭാഗം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. സീലിംഗുകൾ അടർന്നു തുടങ്ങി. രാത്രിയും പകലുമെന്നില്ലാതെ വൈദ്യുതി വിതരണം താറുമാറാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരിടത്ത് സ്വിച്ചിട്ടാൽ മറ്റൊരിടത്ത് കറന്റ് പോകുന്ന അവസ്ഥയാണ്. എമർജൻസി ലൈറ്റ് കത്തിച്ചു വെച്ചാണ് പലപ്പോഴും രോഗികൾ ഇവിടെ കഴിച്ചുകൂട്ടുന്നത്.
നിരന്തരം പരാതിപ്പെട്ടിട്ടും മുൻ ആരോഗ്യമന്ത്രിയുടെ പേരിലുള്ള ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷമാണ് നാട്ടുകാർക്കുള്ളത്. TCV അന്തിക്കാട്. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃപ്രയാർ ജംഗ്ഷനിൽ നടപ്പാത കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ബസ്സുകൾ ഒതുക്കാൻ ഇടമില്ലാത്തതുമൂലം റോഡിന്റെ മധ്യഭാഗത്താണ് പലപ്പോഴും യാത്രക്കാരെ ഇറക്കുന്നത്. ഇത് ഗതാഗതക്കുരുക്കിനും അപകടത്തിനും ഇടയാക്കുന്നുണ്ട്. തൃപ്രയാർ ജംഗ്ഷനിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് അനധികൃത പാർക്കിംഗ് മൂലം കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലായത്. സമീപത്തെ വ്യാപാര സമുച്ചയത്തിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ ജീവനക്കാർ പോലും വഴിയരികിലും നടപ്പാതയിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹനം പാർക്ക് ചെയ്യുകയാണ്. ഇതുമൂലം പ്രദേശത്തെ ചെറുകിട വ്യാപാരികളും ബസ് കാത്തു നിൽക്കുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കടകളിലേക്ക് കയറാൻ വഴിയില്ലാത്ത രീതിയിലാണ് പലരും വാഹനങ്ങൾ വയ്ക്കുന്നത്. ഇത് തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തിരക്കുള്ള ജംഗ്ഷനിലെ അപകടകരമായ പാർക്കിങ്ങിനെ കുറിച്ച് വ്യാപാരികൾ ജില്ലാ കളക്ടർക്കും നാട്ടിക പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് തൃപ്രയാറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വലപ്പാട് പോലീസിന് ഫയൽ കൈമാറി എന്ന അറിയിപ്പ് മാത്രമാണ് മറുപടിയായി ലഭിച്ചത്. നടപടിയെടുക്കാൻ വലപ്പാട് പോലീസിനോ നാട്ടിക പഞ്ചായത്തിനോ കഴിഞ്ഞില്ല. നടപ്പാതകളിലെ കയ്യേറ്റം മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹൈവേയിലൂടെയാണ് കടന്നുപോകുന്നത്. TCV അന്തിക്കാട്. ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി ഡോക്ടർ R. ബിന്ദു, K. രാധാകൃഷ്ണൻ MP, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മേയർ MK വർഗീസ്, മുൻ MLA TV ചന്ദ്രമോഹൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, CV പാപ്പച്ചൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരം പോലീസ് ബഹുമതികൾക്ക് ശേഷം വടൂക്കര ശ്മശാനത്തിൽ സംസ്കരിച്ചു. TK ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയായി അർപ്പിച്ച ഫുട്ബോളുകൾ വിദ്യാർത്ഥികൾ തട്ടിക്കളിക്കും. ഫുട്ബോൾ ആചാര്യന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച 15 പന്തുകളാണ് വീട്ടുകാർ വിദ്യാലയങ്ങളിലേക്ക് കൈമാറുന്നത്. മരിക്കുമ്പോൾ തന്റെ ഭൌതികദേഹത്ത് ആരും റീത്ത് വെക്കരുതെന്ന് ചാത്തുണ്ണിയേട്ടൻ പറയുമായിരുന്നു. നിർബന്ധമുള്ളവർ പകരം ഫുട്ബോൾ അർപ്പിച്ചാൽ മതിയെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ വാക്കുകളെ മുഖവിലക്കെടുത്താണ് ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാൽപന്തുമായി ആളുകളെത്തിയത്. ചാത്തുണ്ണിയേട്ടന്റെ ശിഷ്യനും നഗരസഭാ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, കുടുംബ സുഹൃത്തും ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ എന്നിവർ മുന്നോട്ട് വെച്ച ആശയം വീട്ടുകാർ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലഭിച്ച പന്തുകൾ സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് കൈമാറി. പുഷ്പചക്രത്താൽ പൊതിഞ്ഞ ഫുട്ബോളാണ് ചാലക്കുടി പ്രസ് ക്ലബ്ബ് സമർപ്പിച്ചത്. നവീകരണം പാതി വഴിയിൽ നിലച്ച കാട്ടകാമ്പാൽ കൊണ്ടടക്കടവ് റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു. ചിറക്കൽ മുതൽ കൊണ്ടടക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ 4 വർഷം മുൻപാണ് സർക്കാർ പണം അനുവദിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി 4ഇടത്ത് കലുങ്കും കുറച്ചു ദൂരം കാനയും നിർമ്മിച്ചുവെങ്കിലും ടാറിംഗ് നടത്തിയില്ല. ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണത്തെ പറ്റിയുള്ള തർക്കം മൂലം പണി വൈകുകയായിരുന്നു. വീതി കുറവുള്ള ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകി വെള്ളക്കെട്ടുണ്ടാവുക പതിവാണ്. കാന നിർമ്മിച്ചാലേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ. എന്നാൽ വീതി കുറഞ്ഞ റോഡിൽ കാന കൂടി നിർമ്മിച്ചാൽ ഗതാഗത തടസ്സമുണ്ടാകും. ഇതിന് പരിഹാരം തേടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡരികിലെ സ്ഥല ഉടമകളോട് സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. പുറമ്പോക്ക് സ്ഥലം കണ്ടെത്താൻ ഈ ഭാഗത്ത് അളവെടുപ്പ് നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി 4 മാസം മുൻപ് റോഡ് പൊളിച്ചിരുന്നു. ഇതോടെ യാത്രാക്ലേശവും രൂക്ഷമായി. പൊളിച്ച ഭാഗത്ത് ടാറിട്ടെങ്കിലും പലയിടത്തും കുണ്ടും കുഴിയുമായ നിലയിലാണ്. പുതുതായി നിർമ്മിച്ച കലുങ്കുകൾക്ക് സമീപം റോഡിന്റെ നിരപ്പ് വ്യത്യാസവും വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റോഡ് നവീകരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് കുന്നംകുളം. അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. പൂട്ട് പൊളിച്ചിരുന്നില്ല. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മുൻഭാഗത്തുള്ള ജനലുകൾ
തിക്കി തുറന്ന് മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മേശയുടെ താഴത്തെ അറയിൽ സൂക്ഷിച്ച പെട്ടിയിൽ നിന്നാണ് വഴിപാടായി ഭക്തർ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. തിരുവാഭരണങ്ങൾ മറ്റൊരിടത്താണ് സൂക്ഷിക്കുന്നത്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത് പണവും അപഹരിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാന ഭണ്ഡാരങ്ങൾ കവർന്നിട്ടില്ല. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത്. അപകടത്തിൽ വാനിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാനിൽ നിന്ന് ഡീസൽ ചോർച്ചയുണ്ടായത് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാൻ ഉയർത്തിയത്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ശ്രായിക്കടവ് ചെറിയ പാലത്തിലെ വിള്ളലിന് പരിഹാരമായില്ല. പാലത്തിനടിയിലെ തൂണുകൾ തമ്മിൽ അകന്നതാണ് പ്രശ്നം. ഇതോടെ റോഡിന്റെ നടുഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടു. 1 വർഷം മുൻപാണ് പാലത്തിലെ വിള്ളൽ രൂക്ഷമായത്. സംഭവം വാർത്തയായതോടെ മലപ്പുറം മഞ്ചേരി പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് റോഡിലെ വിള്ളൽ താൽക്കാലികമായി മണ്ണിട്ടടച്ചു. എന്നാൽ വീണ്ടും റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. നവീകരിച്ച റോഡിലൂടെ വേഗത്തിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ റോഡിലെ വിള്ളലിൽ ചാടി നിയന്ത്രണം വിടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 61 വയസ്സിലും കൈക്കരുത്തിൽ അജയനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളിക്കുളങ്ങര സ്വദേശി പോൾ ദാസ് കിഴക്കെ പീടിക. ആസാമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ താരം ഗ്രീസിൽ നടക്കാനിരിക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്ത് ഒട്ടേറെ സമ്മാനങ്ങൾ നേടി. പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായി. മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ തിളക്കമാർന്ന ജയം കരസ്ഥമാക്കി. 61 വയസ്സിലെത്തി നിൽക്കുമ്പോഴും കൈക്കരുത്തിൽ പോൾ ദാസ് തന്നെയാണ് ദേശീയ ചാമ്പ്യൻ. ചിട്ടയായ പരിശീലനവും നിരന്തരമായ പ്രയത്നവുമാണ് തന്റെ വിജയരഹസ്യമെന്ന് പോൾ ദാസ് പറയുന്നു. ആസാമിൽ വെച്ച് നടന്ന ദേശീയ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി. അതോടൊപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും വേൾഡ് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കും എന്നെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. സ്വർണം നേടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം 6 മുതൽ 8 വരെ ഓൾ ആസാം ആം റെസ്ലിംഗ് സ്പോർട്സ് അസോസിയേഷൻ ആസാമിലെ ദുലിയാജാനിൽ സംഘടിപ്പിച്ച 4ാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പോൾ ദാസ് ഇരട്ട സ്വർണം നേടി. 70 കിലോയ്ക്ക് മുകളിലുള്ള സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ഇടതുകൈ വലതുകൈ വിഭാഗങ്ങളിലാണ് ഈ താരം ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത്. ജൂലൈ 24 മുതൽ 28 വരെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും തുടർന്ന് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കും പോൾ ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2019 ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പോൾ ദാസ് ലോകതലത്തിലെ മികച്ച 10 താരങ്ങളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആസാമിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി മാഡത്തിനെ കണ്ടിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്ത് വേണം ചെയ്യാൻ പരമാവധി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ടി ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി പലരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ചിലവേറും എന്നതിനാൽ തന്നെ സാമ്പത്തികമായി തന്നെ സഹായിക്കാൻ സംഘടനകളോ സ്ഥാപനങ്ങളോ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് പോൾ ദാസ്. TCV കൊടകര. തൃത്തല്ലൂർ മീൻചന്തയിൽ നിന്നും ശിവാലയ നിർമ്മാണ കമ്പനിയുടെ അമിതഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ സർവീസ് മൂലം മീൻചന്ത റോഡും അനുബന്ധ പാലവും തകർന്ന് കുഴികൾ രൂപപ്പെട്ടതായി ആക്ഷേപം. നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾക്ക് ഏഴാങ്കല്ലിൽ നിന്നുള്ള ബൈപ്പാസിലൂടെ സർവീസ് നടത്താമെന്നിരിക്കെ രാത്രികാലങ്ങളിൽ നിരവധി ടോറസ് ലോറികൾ അമിതഭാരം കയറ്റി മീൻചന്ത റോഡിലൂടെ പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നിസ്സംഗത തുടരുകയാണ്. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. പ്രതിഷേധ യോഗത്തിൽ ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഖാദർ ചേലോട്, കെ ഭാസ്കരൻ നായർ, ബ്രദേഴ്സ് ജലാൽ, ശശിധരൻ പെരുമ്പായിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ മോർഫ് ചെയ്ത് അപമാനിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിലെ KCYMന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോബ് വടക്കൻ, KCYM പ്രസിഡന്റ് ഡിജോ ഡേവിസ്, അസിസ്റ്റന്റ് വികാരി ആൻസൺ ജോൺ ഒക്കാം, ഡീക്കൻ ജീസ് അക്കരപ്പട്ടിയേക്കൽ, ബാബു ചെറിയത്ത്, ഷാജു തൊമ്മാന എന്നിവർ നേതൃത്വം നൽകി. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർത്തല നഗരസഭാംഗങ്ങൾ കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള കുറുക്കൻപാറ മാലിന്യ സംസ്കരണ പ്ലാന്റ് സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളുമടക്കം 53 പേരാണ് നഗരസഭാ ഓഫീസ്, സുഭിക്ഷ ക്യാന്റീൻ എന്നിവിടങ്ങൾ സന്ദർശിച്ചത്. ഗ്രീൻ ടെക്നോളജി പാർക്കിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ദൃശ്യാവതരണം ആരോഗ്യ വിഭാഗം ഒരുക്കിയിരുന്നു. നഗരസഭാ കൌൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭാ അംഗങ്ങളെ ആദരിച്ചു. കാത്തിരുന്ന് കമാലുദ്ദീന് ഈസ്റ്റ് ബംഗാൾ FCയിൽ നിന്നും വിളി വന്നു. രാജ്യത്തെ മികച്ച ടൂർണമെന്റുകളിൽ പന്ത് തട്ടാനുള്ള അവസരം ലഭിച്ചതിലെ ആഹ്ലാദത്തിലാണ് കമാലും കുടുംബവും. അക്കിക്കാവ് ഗ്രാമത്തിലെ വയലുകളിലും മൈതാനങ്ങളിലും കളിച്ചു വളർന്ന കമാലുദ്ദീൻ കഴിഞ്ഞ ദേശീയ സ്കൂൾ കായികമേളയിൽ കേരള ടീമിന് വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ FCയിലേക്കുള്ള വഴി തെളിയിച്ചത്. ക്ലബിലേക്ക് സെലക്ഷന് വേണ്ടിയുള്ള ട്രയൽസും പരിശീലനവും കമാലുദ്ദീൻ പൂർത്തിയാക്കിയിരുന്നു. ക്ലബിന്റെ ട്രയൽ ടീമിലെ മലയാളിയായ ബിനോയ് ജോർജിന്റെ കീഴിൽ ഗോൾ കീപ്പറായാണ് പരിശീലനത്തിന് തുടക്കം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ കായികാധ്യാപകനായ മുഹമ്മദ് ഹനീഫയാണ് കമാലുദ്ദീന്റെ കളിയിലെ മികവ് കണ്ടെത്തിയത്. ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യത്തിലൊക്കെ. ഇപ്പോൾ ഇത് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ISL. ഇപ്പോൾ കോൺട്രാക്ട് കിട്ടിയെങ്കിൽ സീനിയർ കോൺട്രാക്റ്റാണ്. ഈസ്റ്റ് ബംഗാളിൽ 3 കൊല്ലത്തെ കരാറാണ്. കുഴപ്പമില്ല, ഇൻഷാല്ലാ അപ്പോൾ ഇന്ന് പോകും. അപ്പോൾ ക്യാമ്പ് സ്റ്റാർട്ടാവും. അതേപോലെ റിസർവ് ടീമിൻ്റെ കൂടെയാണ് ആദ്യം പ്രാക്ടീസ് ഉണ്ടാവുക. സീനിയർ സ്ക്വാഡായ കാരണം 2 ടീമിൻ്റെയും കൂടി പ്രാക്ടീസും കാര്യങ്ങളുണ്ടാവും. പിന്നെ ചെറുപ്പത്തിലെ ഇതിലേക്ക് ഇറക്കിയിട്ട് ഇന്ത്യക്കാരാണ്. ആളിപ്പോൾ നാട്ടിലില്ല, ആൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. ആള് 7സും അഖിലിൻ്റെയൊക്കെ കളിച്ച് കോളേജിലൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ കളിക്കാൻ പറ്റിയില്ല, ആൾ പുറത്തുപോയി. വീട്ടുകാരായാലും ഉപ്പയായാലും ഉമ്മയായാലും ഭയങ്കര സപ്പോർട്ടാണ്. കഴിഞ്ഞ യൂത്ത് ഗെയിംസിൽ കേരള ഫുട്ബോൾ ടീം 1ാം സ്ഥാനം നേടിയപ്പോഴും കമാലുദ്ദീനായിരുന്നു ഗോൾ കീപ്പർ. അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിമിന്റെയും ബുഷറയുടെയും മകനായ ഈ 19കാരൻ കേരള ബർമ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. TCV ന്യൂസ്, കുന്നംകുളം. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം നേതൃയോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് PK വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി, സംസ്ഥാന സമിതി അംഗം TN നമ്പീശൻ, PKV ജോസ്, CK സുലൈമാൻ, MO ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യുവതി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ഇരിങ്ങാലക്കുട മെട്രോ ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന അഗ്നീര എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസിൽ അന്തിക്കാട് സ്വദേശി പരാതി നൽകിയത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വർക്ക് പെർമിറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് യുവതി നടത്തിയിരിക്കുന്നത്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി 28 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അന്തിക്കാട് അഞ്ചങ്ങാടി സ്വദേശിയിൽ നിന്ന് സ്വീഡനിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപയാണ് യുവതി തട്ടിയെടുത്തത്. നവംബറിൽ തുക നൽകിയെങ്കിലും വിസയുടെ കാര്യത്തിൽ പിന്നീട് ഒരു നടപടിയുമുണ്ടായില്ല. യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വിസ ശരിയായില്ലെന്നും ജൂൺ 5-ന് പണം തിരിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടിയ നിലയിലുമാണെന്ന് പരാതിക്കാരൻ പറയുന്നു. അഗ്നിര എന്ന സ്ഥാപനത്തിൽ 1 ലക്ഷം രൂപ സ്വീഡനിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ കൊടുത്തു. അതിനുശേഷം അവർ ജനുവരിയിൽ ഇത് വർക്ക് പെർമിറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഒരു വിവരം അവർ എടുത്തുനിന്ന് ഉണ്ടാവാണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്നുകൂടി വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയറിൻ്റെ കഴിഞ്ഞിട്ട് അത് കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ, അപ്പോൾ വർക്ക് പെർമിറ്റ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും കഴിഞ്ഞിട്ടും അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് റെഡി ആവില്ല, പൈസ റീഫണ്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. കൊടുത്ത എമൗണ്ട് ഫുള്ളായിട്ട് തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർ ഓഫീസിൽ സ്ഥാപനത്തിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ല, അവർ ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല, സ്ഥാപനം പൂട്ടിക്കെടുക്കുക.
കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട് പെരുന്തോട് വലിയതോട്. പെരിഞ്ഞനം മുതൽ എറിയാട് വരെ 14.7 കിലോമീറ്റർ ദൂരമുള്ള തോടാണ് പെരുന്തോട്. പെരുന്തോടിന്റെ പുനരുദ്ധാരണത്തിനായി ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ ബൃഹത് പദ്ധതികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു. എന്നാൽ ഇക്കുറി മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തതുമൂലം പെരുന്തോട്ടിൽ കുളവാഴകളും ചണ്ടികളും മാലിന്യങ്ങളും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. കനത്ത മഴയിൽ പെരുന്തോട്ടിൽ വെള്ളം പൊങ്ങി ഇരുഭാഗത്തുമുള്ള വീടുകളിൽ വെള്ളക്കെട്ടുണ്ടായി. പെരിഞ്ഞനം മതിലകം പ്രദേശത്തായിരുന്നു കൂടുതലും വെള്ളക്കെട്ട്. കൂടാതെ തോട്ടിലെ പുല്ല് ചീഞ്ഞ ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. വലിയ മഴ പെയ്തപ്പോൾ പറമ്പ് അങ്ങനെ പറമ്പിലത്തെ മണ്ണ് ഈ കോരിട്ട മണ്ണ് മുഴുവൻ അങ്ങനെ തന്നെ പറമ്പും കൂടി ഇടിഞ്ഞിങ്ങോട്ട് പോകുന്നു. അവിടെ ഭയങ്കര പാതാളാണ്. തവണ വൃത്തിയാക്കിയിട്ടില്ല, അങ്ങനെ എടുക്കണില്ല. പിന്നെ അത് തന്നെയല്ല, ഒരു ജാതി നാറ്റാണ് വരുമ്പോൾ കക്കൂസ പൊട്ടിച്ച് വിട്ടാൽ മാതിരി അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇവിടെ ഒരു ജാതി പാട കെട്ടി നിൽക്കുകയായിരുന്നു അല്ലേ, വാസന സഹിക്കാൻ പറ്റില്ല. കൊതു നിറച്ചിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ കാലുമ്മൽ പൊതിയിന് കൊതു. തോട്ടിലെ മാലിന്യങ്ങൾ നീക്കിയാൽ നീരൊഴുക്ക് സുഗമമാകുമെന്നും വെള്ളക്കെട്ട് പ്രശ്നത്തിന് ഒരുവിധം പരിഹാരമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. പെരുന്തോടിന്റെ പലയിടത്തും സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ തോട്ടിലേക്ക് മണ്ണിടിയുന്നതായും ഇരുഭാഗവും കെട്ടി സംരക്ഷിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇപ്പൊ തോട് വൃത്തിയാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞു. ആകെ അഴുക്ക് പിടിച്ച് ചെളി പിടിച്ച് തോട് ഇങ്ങനെ കിടക്കണം. ചണ്ടിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അന്ന് മണ്ണെടുത്തിട്ട് ഞങ്ങളെ സൈഡൊക്കെ മരങ്ങളും സൈഡിൽ പിടിപ്പിച്ചിരുന്ന എല്ലാ സാധനങ്ങളും JCB കൊണ്ടുവന്ന് വലിച്ച് വേരോടുകൂടി മണ്ണ് മാന്തി എടുത്തിട്ട് സൈഡ് മുഴുവൻ ഇടിഞ്ഞ് ഇപ്പം ഞങ്ങളെ സൈഡിൽ നിന്ന് വെച്ചാൽ ഒരു കുഴി പോലെയായി. ഇപ്പം മണ്ണ് മുഴുവൻ വീടിൻ്റെ ആ ഭാഗത്തെ മണ്ണ് മുഴുവൻ പറമ്പിലുള്ള മണ്ണ് മുഴുവൻ കോരിയിട്ടത് മുഴുവൻ ഇപ്പം മുക്കാഭാഗവും തോട്ടിലേക്ക് തന്നെയായി. ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള പെരുന്തോടിന്റെ ശുചീകരണത്തിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും 2 തവണ ടെൻഡർ വെച്ചുവെങ്കിലും ആരും എടുക്കാനില്ലാത്തതാണ് ശുചീകരണത്തിന് തടസ്സമായതെന്നും അധികൃതർ പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വീണ്ടും ജില്ലയിൽ ഒന്നാമതായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. 165 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ചേർന്നത്. 84 പെൺകുട്ടികളും 81 ആൺകുട്ടികളുമാണ് ചേർന്നിട്ടുള്ളത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ 679 വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളതെന്ന് പ്രധാന അധ്യാപകൻ PK മോഹനൻ, PTA പ്രസിഡന്റ് EK അലി എന്നിവർ അറിയിച്ചു. പറപ്പൂക്കര ആലത്തൂരിൽ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് 48 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലത്തൂർ സ്ത്രീ നീതി സമര സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുൻ ബാങ്ക് മാനേജർ, കുടുംബശ്രീ ചെയർപേഴ്സൺ, CDS ബ്ലോക്ക് കോർഡിനേറ്റർ, പോസ്റ്റ് വുമൺ എന്നിവരെ കേസിൽ പ്രതി ചേർക്കുക, പോലീസും പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തക ബൽക്കീസ് ബാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർപേഴ്സൺ സുമ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, പ്രീത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗുരുതിപ്പാലയിൽ വാഴത്തോട്ടത്തിൽ 4 ദിവസത്തെ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. കാരൂർ സ്വദേശി മേൽവീട്ടിൽ 61 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ഇയാൾ പണിയെടുത്തിരുന്ന വാഴത്തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗ വാരാചരണം 17-ന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിയാണ് ഇത്തവണ യോഗ വാരാചരണം നടക്കുന്നത്. യോഗ തെറാപ്പി, വനിതകൾക്കായി സൂര്യ നമസ്കാരം ചലഞ്ച് എന്നിവ നടത്തും. സ്വാമി ഉദിത് ചൈതന്യ ചടങ്ങിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ, പ്രമോദ് കൃഷ്ണ, AK ദിവാകരൻ, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവും വരവൂർ പഞ്ചായത്തും സംയുക്തമായി സ്കൂളുകളിൽ പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണത്തിനായി പ്രത്യേക അസംബ്ലികൾ സംഘടിപ്പിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് അസംബ്ലി സംഘടിപ്പിച്ചത്. PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മാംഗോസ്റ്റിൻ കൃഷി നടത്തിയവർക്ക് വൻ നഷ്ടം. കാലം തെറ്റിയ കാലാവസ്ഥയിൽ അസഹനീയമായ ചൂടുണ്ടായതാണ് മാംഗോസ്റ്റിൻ മരങ്ങളെ പ്രതികൂലമായി ബാധിച്ചതെന്ന് കർഷകർ. വിൽപ്പന പൂർണ്ണമായും അവസാനിക്കുന്ന ഘട്ടമാണ് ജൂൺ ആദ്യവാരം. പക്ഷേ ബഹുഭൂരിപക്ഷം കൃഷിയിടത്തിലും ഒരു മരത്തിൽ നിന്നുപോലും മാംഗോസ്റ്റിൻ കിട്ടിയില്ല. 100 കണക്കിന് കായ്കൾ വളരുന്ന മരച്ചില്ലകളിൽ ഇത്തവണ വിരലിലെണ്ണാവുന്ന പഴങ്ങളാണ് ഉണ്ടാകുന്നത്.
ഇവയാകട്ടെ കേടുവന്ന് കൊഴിഞ്ഞു വീഴുകയാണ്. കർഷകർക്ക് ഇത്തവണ മാങ്കോസ്റ്റിൻ രുചിച്ചു നോക്കാൻ പോലും ആയില്ല. കാലം തെറ്റിയ കാലാവസ്ഥയിൽ അസഹനീയ ചൂടുണ്ടായതാണ് മാങ്കോസ്റ്റിൻ മരങ്ങളെ പ്രതികൂലമായി ബാധിച്ചതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. എനിക്ക് ഒരു 30 പരം മാങ്കോസ്റ്റിൻ മരങ്ങളുണ്ട്. ഏകദേശം 15 വർഷത്തോളം പ്രായമായ മരങ്ങളാണ്. പക്ഷേ ഈ വർഷം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനാണ് ഒരു പഴം പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. മരം ഒന്ന് പൂക്കാൻ തുടങ്ങി, പെട്ടെന്ന് ആ പൂക്കൽ നിന്നുപോയി. അതുമാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ആ കായകൾ മുഴുവനും വളർച്ച നിന്നുപോയി കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. ഒരു പഴം പോലും നമുക്ക് ഈ വർഷം ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. കാലാവസ്ഥാ വ്യതിയാനം ഇനിയും നമുക്ക് തുടരുകയാണെങ്കിൽ മാങ്കോസ്റ്റിൻ കൃഷി എന്ന് പറയുന്നത് ചാലക്കുടി പ്രദേശത്ത് ഒരു മെയിൻ കൃഷി രീതിയാണ്. അത് നമുക്ക് നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. ജനുവരിയിൽ മാങ്കോസ്റ്റിൻ മരങ്ങൾ പൂവിട്ട് തുടങ്ങും. ഇത്തവണയാകട്ടെ ഫെബ്രുവരിയും കടന്നുപോയി. ഇതിനിടെ അനുഭവപ്പെട്ട കൊടും ചൂടാകട്ടെ കായകളുടെ വളർച്ചയെ ഇല്ലാതാക്കുകയും ചെയ്തു. മെയ് അവസാനത്തിൽ തിമിർത്ത മഴ അങ്ങിങ്ങായി തൂങ്ങിക്കിടക്കുന്ന പഴങ്ങൾക്ക് ചീച്ചിലുമുണ്ടാക്കി. വിപണിയിൽ കിലോയ്ക്ക് 250 രൂപയോളം മാങ്കോസ്റ്റിന് ലഭിക്കാറുണ്ട്. ഇടനിലക്കാരുണ്ടായാലും ഇതിൻ്റെ പകുതിയെങ്കിലും കർഷകൻ്റെ പോക്കറ്റിലെത്തും. പക്ഷേ ഇക്കുറി എല്ലാം വൃഥാവിലായി. മാങ്കോസ്റ്റിൻ കൃഷിയുടെ ഈറ്റില്ലമായ ചാലക്കുടി പരിയാരത്ത് കർഷകർക്കുണ്ടായ നഷ്ടം ചില്ലറയല്ല. വൻ തോട്ടങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് ആളുകൾ ചെറുതും വലുതുമായി മാങ്കോസ്റ്റിൻ കൃഷി ചെയ്യുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി. ജില്ലയിലെ 295 ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. അവരെ സ്ത്രീകൾക്കും അമ്മമാർക്കും സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പുരസ്കാര വിതരണ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പ്രിജോ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെൻസ് തട്ടിൽ സന്ദേശം നൽകി. കാരുണ്യഭവന പദ്ധതിയിലേക്ക് സമാഹരിച്ച 2 ലക്ഷം രൂപ കൺവീനർമാർ വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിന് കൈമാറി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, റാഫി ആലപ്പാട്ട്, തിരുനാൾ കൺവീനർ KR ആന്റണി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 24-ാം നമ്പർ അങ്കണവാടി വെള്ളക്കെട്ടിൽ. പിഞ്ചുകുട്ടികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അങ്കണവാടിയിൽ എത്തുന്നത്. പാടൂർ ടിപ്പു സുൽത്താൻ റോഡിൽ ഷീറ്റ് മേഞ്ഞ വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. നിലവിൽ ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നാണ് കെട്ടിടത്തിന്റെ വാടക നൽകുന്നത്. മേൽക്കൂര ഷീറ്റ് കൊണ്ടുള്ളതായതിനാൽ വേനലിൽ കഠിനമായ ചൂടും മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും മൂലം ദുരിതമനുഭവിക്കുകയാണ് കുട്ടികളും രക്ഷിതാക്കളും. ഗ്രാമപഞ്ചായത്തിലും മുരളി പെരുന്നെല്ലി MLAയോടും പലതവണ അങ്കണവാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ സഹായം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെന്ന് അങ്കണവാടി വർക്കർ MK ലത പറഞ്ഞു. ഇവിടുത്തെ അവസ്ഥകൾ ഭയങ്കര മോശമാണ്. ഞങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും എടുക്കാനും ഒന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. പിന്നെ ഇപ്പുറത്തും അതേ വെള്ളം ഒഴുകി വരും. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. ഈ അവസ്ഥ കാരണം കൊണ്ട് കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നില്ല. മേലധികാരികൾ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരാം പെട്ടെന്ന്. സ്വന്തമായി പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. കുന്നംകുളം ചെറുവത്താനി ആറാട്ടുകടവ് അയ്യപ്പൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പേരകത്ത് ബാലചന്ദ്രൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തിരുത്തി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു.
വി.കെ. കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ്, വി. ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തവണ നമുക്ക് ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവസാനമാണ്, മാർച്ചിൽ അവസാനമാണ് നമുക്ക് ലഭിച്ചത്. പിന്നെ നമുക്കത് നൽകാൻ കഴിയില്ല, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ നൽകാൻ കഴിയില്ല എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ വൈദ്യുതി കമ്പികളിലേക്ക് റബ്ബർ മരം കടപുഴകി വീണിട്ടും വൈദ്യുതി വകുപ്പ് ഉദാസീനത പുലർത്തുന്നതായി പരാതി. തെക്കുംകര പഞ്ചായത്തിലെ മലാക്ക ദുബായ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ മരം വൈദ്യുതി പോസ്റ്റിലേക്ക് വീണിട്ട് ഒരാഴ്ച പിന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ മരമാണ് വീണത്, അതിനാൽ ഉത്തരവാദിത്തം സ്വകാര്യ വ്യക്തിക്കാണ് എന്നാണ് അധികൃതർ പറയുന്നത്. അപകടം വിസ്മരിച്ച് വൈദ്യുതി വകുപ്പ് കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റിലേക്ക് വീണ മരം നീക്കം ചെയ്യാതിരിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പികളിലേക്ക് വീണ മരം വഴിയാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ചാവക്കാട് ചേറ്റുവ പുഴയിലെ മുനക്കക്കടവ് അഴിമുഖത്ത് കുളവാഴകൾ വന്ന് അടിഞ്ഞുകൂടുന്നത് മൂലം ദുരിതത്തിലായി തൊഴിലാളികൾ. ഏനമാവ് ഷട്ടർ തുറന്നതോടെയാണ് ചേറ്റുവ പുഴയിൽ മുനക്കക്കടവ് അഴിമുഖത്തായി കുളവാഴകൾ ഒഴുകിയെത്തിയത്. നിർത്തിയിട്ട ബോട്ടുകൾക്കിടയിലും ചെമ്മീൻ പിടിക്കുവാനായി നിർമ്മിച്ച ഊന്നുവലകൾക്കിടയിലും കുളവാഴകൾ അടിഞ്ഞുകൂടിയതിനാൽ വലകൾക്കും വലകൾ പരസ്പരം ബന്ധിപ്പിക്കുവാനായി നിർമ്മിച്ച കുറ്റികൾക്കും നാശം സംഭവിച്ചു. പരാതിയെ തുടർന്ന് അഡീഷണൽ ഇറിഗേഷൻ ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് കുളവാഴകൾ നീക്കം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ഇറിഗേഷൻ ഓഫീസർ അറിയിച്ചു. വാർഡ് മെമ്പർ സെമീറ ഷെരീഫ്, മത്സ്യത്തൊഴിലാളികളായ PK ബക്കർ, CV രാജേന്ദ്ര ബാബു, CI അബ്ദു താഹിർ, PH മഹ്റൂഫ് ജലാൽ തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. ബിനോയ് കുവൈറ്റിലെത്തിയത് 4 ദിവസം മുൻപ്. വിവാദങ്ങൾക്കൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് പിങ്ക് കഫേ കാരവൻ മാറ്റിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പിടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഉടമകൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിൽ. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം. ജംഗ്ഷനിലെ നടപ്പാത കയറിയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയെ സമർപ്പിച്ച പന്തുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.